ഗുഡ് മോർണിംഗ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിലത്തെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ 3 എലമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഓർഡർ പ്രോസസ്സിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് എലമെൻ്റ് ആണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലത്തെ ഫോർത്ത് എലമെൻ്റ് ആണ് എന്ന് പറയുന്നതാണ് വെയർ ഹൗസിങ്. നമുക്കറിയാം വെയർ ഹൗസിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുള്ള റോ മെറ്റീരിയലും അതുപോലെ പ്രൊഡക്ഷൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ദ ഫിനിഷ്ഡ് ഗുഡ്സ്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കണം. അതിന് വിളിക്കുന്ന പേരാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രോ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊരു നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയർ ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ചെയിനിലും പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം പഠിക്കാനായിട്ട് പോകണം. അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറിങ് ഗുഡ്സ് വിത്ത് എ വ്യൂ ടു പ്രൊട്ടക്ട് ദം ഫ്രം ഡാമേജസ് ആൻഡ് തെഫ്റ്റ് ആൻഡ് ഹോൾഡിംഗ് ദം ഫോർ ഫ്യൂച്ചർ. അതായത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്റ്റോറിങ് ഗുഡ്സ്, നമ്മളത് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കുക. സ്റ്റോറിങ് ഗുഡ്സ് വിത്ത് എ വ്യൂ ടു പ്രൊട്ടക്ട് ദം ഫ്രം ഡാമേജസ് ആൻഡ് തെഫ്റ്റ്, കേടുകൂടാതെയും അതുപോലെ തെഫ്റ്റിൽ നിന്നുമെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ആൻഡ് ഹോൾഡിംഗ് ദം ഫോർ ഫ്യൂച്ചർ, അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ നമുക്കത് ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഒന്ന് ഇന്നത്തേക്ക് ആവശ്യമില്ല, നാളത്തേക്കാൻ ആവശ്യം വെച്ചാൽ അതിന് വേണ്ടി നമ്മളത് മാറ്റി വെക്കുന്നു. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും ഡിമാൻഡ് ഉണ്ടാവുന്നത് വരെ അത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കണം. ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യാൻ വിളിക്കുന്ന പേരാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് എ ഫേം ടു അഡ്ജസ്റ്റ് ദ സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് ടു ദയർ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയതിന് ശേഷം കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് ആ പ്രൊഡക്റ്റ് സൂക്ഷിച്ച് വെക്കാനായിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്, ഈ വെയർ ഹൗസിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു മീറ്റ് ദ അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്സ് എടുത്ത് നമുക്ക് ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനും ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു മീറ്റ് ദ അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇറ്റ് എനേബിൾസ് പ്രൊഡ്യൂസേഴ്സ് ടു ഗെറ്റ് ഗുഡ് പ്രൈസ് ഫോർ ദയർ പ്രോഡക്റ്റ് ബൈ സ്റ്റോറിങ് ദം അൺടിൽ പ്രൈസ് ഇംപ്രൂവ്. അതായത് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പം തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറവായിരിക്കും, പ്രൈസൊക്കെ കുറവായിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിക്കില്ല. ഫ്യൂച്ചറിലേക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ അത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവുന്നത് വരെ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെയർ ഹൗസസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെയർ ഹൗസിങ്ങിൻ്റെ മെയിൻ ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് തന്നെയാണ് മെയിൻ മീനിങ് ആയിട്ട് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റോറിങ് ഗുഡ്സ് വിത്ത് എ വ്യൂ ടു പ്രൊട്ടക്ട് ദം ഫ്രം ഡാമേജസ് ആൻഡ് തെഫ്റ്റ് ആൻഡ് ഹോൾഡിംഗ് ദം ഫോർ ഫ്യൂച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് വെയർ ഹൗസിംഗ്. എന്തെല്ലാമാണ് വെയർ ഹൗസിങ്ങിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടു സ്റ്റോർ ഓർ ഹോൾഡ് ഗുഡ്സ് ഫോർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റോ മെറ്റീരിയൽ ആയാലും ശരി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ശരി, അത് സ്റ്റോർ ചെയ്യാനുള്ള അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനായിട്ട് വരുന്നത്. ദെൻ അണ്ടർടേക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് റിസ്ക് റിലേറ്റിംഗ് ടു ദ ഗുഡ്സ് സച്ച് ആസ് ഡാമേജ്, ഡിറ്റീരിയേഷൻ, ക്വാളിറ്റി, തെഫ്റ്റ്, ഫയർ എക്സെട്ര. ഇങ്ങനെ വെയർ ഹൗസിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള റിസ്ക്, ഡാമേജ് ഉണ്ടാവില്ല. അതുപോലെ ഡിറ്റീരിയേഷൻ, ക്വാളിറ്റിക്ക് യാതൊരു കുറവും സംഭവിക്കില്ല. കാരണം നമ്മൾ വെയർ ഹൗസിലൊക്കെ പ്രിസർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പ്രിസർവ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തിയതിന് ശേഷമേ നമ്മളതവിടെ കൊണ്ടുപോയി വയ്ക്കുള്ളൂ. അപ്പോൾ അതിന് ക്വാളിറ്റിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. തെഫ്റ്റ്, ഫയർ എന്നീ റിസ്കുകളിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ പ്രോസസ്സിംഗ്, ബ്രേക്കിംഗ് ദ ബൾക്ക്, ഗ്രേഡിംഗ്, പാക്കിംഗ് എക്സെട്ര. ചില കമ്പനിക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കഴിക്കലും മാത്രമേ അവരവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ആ വെയർ ഹൗസിൽ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുക, സോർട്ട് ചെയ്ത് ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി ആക്കി മാറ്റി അതിനെ ഗ്രേഡ് ചെയ്ത് പാക്കിംഗ് ചെയ്ത് ഈ പണികളൊക്കെ അവർ എവിടെ നിന്നിട്ടാവും ചെയ്യുക, വെയർ ഹൗസിൽ നിന്നിട്ടാവും ചെയ്യുക. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ റഷിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേസിലേക്കൊക്കെ മാറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സോർട്ടിങ്, ഗ്രേഡിങ്, പാക്കിംഗ് എക്സെട്ര അതൊക്കെ നമ്മൾ വെയർ ഹൗസിലായിരിക്കും ചെയ്യുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കൂടി വെയർ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഫോർ സീസണൽ പ്രോഡക്ട്സ്.
നമുക്ക് സീസണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം ഓൺ സീസണിൽ മാത്രമേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, ഓഫ് സീസണിൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല. ആ സമയത്ത് അത് പ്രൊട്ടക്റ്റ് കേടുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഹെൽപ്സ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ബൈ സ്റ്റോറിംഗ് ദ റിട്ടേൺഡ് ഗുഡ്സ് അൺടിൽ ദെയർ ഡിസ്പോസൽ. അതുപോലെ റിട്ടേൺ മാനേജ്മെൻറ്റ്, നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള റിട്ടേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കേടായ പ്രൊഡക്റ്റുകളൊക്കെ തിരിച്ചു വരും. ആ തിരിച്ചു വന്നിട്ട് അത് ഡിസ്പോസ് ചെയ്യണ വരെ നമുക്ക് എവിടെ സൂക്ഷിക്കാം? നമ്മുടെ വെയർ ഹൗസിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ദെൻ പ്രൊവൈഡ് ടൈം യൂട്ടിലിറ്റി പ്രൂഫ് പ്രൊഡക്ട്സ്. അത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്. വെയർ ഹൗസിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ യൂട്ടിലിറ്റി ആയ ടൈം യൂട്ടിലിറ്റി ഒരു പ്രൊഡക്റ്റിനോടുകൂടി ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ടൈം യൂട്ടിലിറ്റി ടു ദ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സിന് എപ്പോഴാണോ ആവശ്യം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കലാണ് നമ്മുടെ വെയർ ഹൗസിങ്ങിൻ്റെ അടുത്ത ഫംഗ്ഷനായിട്ട് വരുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ് ടു സ്റ്റോർ ഓർ ഹോൾഡ് ഫോർ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എപ്പോഴാണോ റോ മെറ്റീരിയൽ ആവശ്യം അതുവരെ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ കസ്റ്റമേഴ്സിന് എപ്പോഴാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് അതുവരെ ഫിനിഷ്ഡ് ഗുഡ്സും സൂക്ഷിച്ചു വെക്കലാണ് വെയർ ഹൗസിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് വെയർ ഹൗസസ്. വേരിയസ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് വെയർ ഹൗസസ്. ദീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ബിസിനസ് ഹൗസസ് ടു സ്റ്റോർ ദയർ ഓൺ ഗുഡ്സ്. അതായത് എനിക്ക് സ്വന്തമായിട്ട്, എൻ്റെ കമ്പനിക്ക് സ്വന്തമായിട്ട് എൻ്റെ റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് വെയർ ഹൗസസ്. ഓക്കെ. Then it have the advantage of flexibility and control. ഇറ്റ് ഹാവ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ സൗകര്യത്തിന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ സ്വന്തം വെയർ ഹൗസാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ എപ്പോഴാണോ എനിക്ക് സൗകര്യം ആ സമയത്ത് എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഗുഡ്സ് വെക്കാൻ പറ്റും. അതുപോലെ എനിക്ക് എപ്പോൾ വേണം അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇറ്റ് ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ. ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺട്രോളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആർ ദി ഡ്രോബാക്സ്. നമുക്കിത് ഈ പ്രൈവറ്റ് വെയർ ഹൗസ് ആണെങ്കിൽ അങ്ങനെ ഒരു വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ക്യാപിറ്റൽ കോസ്റ്റ് അവിടെ വരേണ്ടതായിട്ട് വരും. അതുപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അവിടുത്തെ എംപ്ലോയീസിന് സ്റ്റാഫ് സാലറി കൊടുക്കണം. ദെൻ അതിന് എല്ലാ ഫെസിലിറ്റീസ് അറേഞ്ച് ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് കുറേ കോസ്റ്റ് വരും. അതാണ് അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു വെയർ ഹൗസ് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും കൺട്രോളും കൂടുതലായിരിക്കും. ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആ വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കോസ്റ്റ് വളരെ, അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. Then second one is public warehouse. നേരെ ഓപ്പോസിറ്റ്. These are warehouses operated to store the goods of any business houses for a rent. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വെയർ ഹൗസ് ഇല്ല, അത് ഞാൻ വാടകയ്ക്ക് എടുക്കുന്ന വെയർ ഹൗസിന് വിളിക്കുന്ന പേരാണ് പബ്ലിക് വെയർ ഹൗസ്. These are warehouses operated to store the goods of any business houses for a rent. Operating costs are lower than that of the private warehouses. പ്രൈവറ്റ് വെയർ ഹൗസിന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്. കാരണം നമ്മൾ എന്തുമാത്രം കൊടുത്താൽ മതി, റെൻറ്റ് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓണർ ചെയ്തോളും. ഇറ്റ് എനേബിൾസ് ടു ഷെയർ ദി എക്കണോമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ അത് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ച എക്കണോമീസ് ഓഫ് സ്കെയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർക്ക് കൂടിയിട്ട് ഒരു ഓർഗനൈസേഷനാണ്. മറ്റേലാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം ഒരു വെയർ ഹൗസാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഈ പബ്ലിക് വെയർ ഹൗസ് ആണെങ്കിൽ ചിലപ്പോൾ 10-20 കമ്പനിക്ക് കൂടി ഒരു വെയർ ഹൗസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഷെയർ ദി എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇറ്റ് ഹെൽപ്സ് ടു സേവ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൺ ഹൗസസ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയാൽ അല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ റെൻറ്റിനെടുക്കുന്ന വെയർ ഹൗസിനെ വിളിക്കുന്ന പേര് പബ്ലിക് വെയർ ഹൗസ്. ദെൻ സ്വന്തമായിട്ടുള്ള വിളിക്കുന്ന പേര് പ്രൈവറ്റ് വെയർ ഹൗസസ്. ഓക്കെ. അതിൽ തന്നെ പബ്ലിക് വെയർ ഹൗസിന് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ പബ്ലിക് വെയർ ഹൗസിൻ്റെ വീട് സബ് അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ടൈപ്സ് ഓഫ് പബ്ലിക് വെയർ ഹൗസ്. പബ്ലിക് വെയർ ഹൗസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. നമുക്ക് സ്വന്തമായിട്ടില്ല, വേറൊരാളുടെ വെയർ ഹൗസ് നമ്മൾ റെൻറ്റിന് എടുക്കുന്നത്. അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസ്. ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസ്.
എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, എൻ്റെ ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി അത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ദീസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയാലും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ വെയർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസസ്. സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ കമ്മോഡിറ്റി വെയർ ഹൗസസ്. ഓഫർ സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ സ്പെസിഫിക് കമ്മോഡിറ്റി. അവിടെ ആ വെയർ ഹൗസുകൾ കൃത്യമായിട്ട് പറയും ഇന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിന് നേരത്തെ പഠിച്ച ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസിന് നേരെ ഓപ്പോസിറ്റ് ജനറലി ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റും പറ്റും, പക്ഷേ സ്പെസിഫിക്കലാണെങ്കിൽ അവർ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ മാത്രം. ഫോർ എക്സാമ്പിൾ കോട്ടൺ, സിമെൻറ്റ്, ടൊബാക്കോ, അങ്ങനെ അവർ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലത്തെ പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ അതാണ് അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. ആ ടൈപ്പ് ഓഫ് വെയർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ കമ്മോഡിറ്റി വെയർ ഹൗസസ്. ദെൻ ദ തേർഡ് വൺ ഈസ് റെഫ്രിജറേറ്റഡ് വെയർ ഹൗസസ്. നമുക്ക് നമ്മുടെ ചില പ്രോഡക്റ്റൊക്കെ കൂൾ ചെയ്ത് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഓഫർ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ പ്രോഡക്റ്റ്. അങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഏത് വെയർ ഹൗസ് സെലക്ട് ചെയ്യണം? റെഫ്രിജറേറ്റഡ് വെയർ ഹൗസ് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള വെയർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് റെഫ്രിജറേറ്റഡ് വെയർ ഹൗസസ്. നെക്സ്റ്റ് വൺ ഈസ് ബോണ്ടഡ് വെയർ ഹൗസസ്. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റൺ ബൈ ഗവൺമെൻറ്, ലൈസൻസ്ഡ് ബൈ ഗവൺമെൻറ് ടു സ്റ്റോർ ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓൺ വിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. അതായത് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ് വെയർ ഹൗസുകളാണ്. അത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ടു സ്റ്റോർ ദി ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉള്ള ഒരു വെയർ ഹൗസാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ കൺട്രിയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്താലാണ് നമുക്കത് റിലീസ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുന്നത് വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഈ മെറ്റീരിയൽസ് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെയർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് ബോണ്ടഡ് വെയർ ഹൗസ്, ലൈസൻസ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു സ്റ്റോർ ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓൺ വിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹാസ് നോട്ട് ബീൻ paid. These goods are released only on the payment of the import duty. ആ കസ്റ്റമർ വന്ന് അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത ആൾ വന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടി അത് അടച്ചിട്ട് അതിന് റെസിപ്റ്റ് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് അത് റിലീസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. Then the fifth one is contract warehouse. അതൊരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളൊരു വെയർ ഹൗസ് ആണ്. It combines the features of both private and public warehouse. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പഠിച്ച പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വെയർ ഹൗസ് ആണ് കോൺട്രാക്ട് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യില്ല. വെയർ ഹൗസ് ഉണ്ടാക്കിയേക്കുന്നത് വേറൊരാളായിരിക്കും. പക്ഷേ അവർ തമ്മിലൊരു മ്യൂച്വൽ അഗ്രിമെൻ്റ് ബേസിൽ ഒരു 10 കൊല്ലത്തേക്കോ 20 കൊല്ലത്തേക്കോ നമുക്കത് സ്വന്തം വെയർ ഹൗസ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ബിസിനസ്സിന് സ്വന്തമായിട്ട് ഒരു സെപ്പറേറ്റ് വെയർ ഹൗസ് ഇല്ല. പക്ഷേ നമ്മൾ വേറൊരാളുടെ വെയർ ഹൗസ് റെൻറ്റിന് എടുക്കണമെന്ന് തന്നെ നമ്മൾ അവരിൽ നിന്ന് വാങ്ങുകയാണ്. പക്ഷെ അത് ഷോർട്ട് വിളിക്കുന്നതിന് ഒരു 5-10 കൊല്ലത്തേക്ക് നമ്മൾ അവരിൽ നിന്ന് വാങ്ങി കോൺട്രാക്ട് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. കാരണം ഒരു വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ പ്രൈവറ്റ് വെയർ ഹൗസിൻ്റെ ഫീച്ചർ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ടുണ്ട്. സ്വന്തം വെയർ ഹൗസ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെയുള്ള വെയർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് വെയർ ഹൗസസ്. ഇങ്ങനെ പബ്ലിക് വെയർ ഹൗസിനെ മെയിനായിട്ടും 5 ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസ് ഫോർ സ്റ്റോറിങ് ഓൾ ടൈപ്പ് ഓഫ് ഗുഡ്സ്, സ്പെഷ്യൽ കമ്മോഡിറ്റി വെയർ ഹൗസ് ഓർ സ്പെഷ്യാലിറ്റി കമ്മോഡിറ്റി മാത്രം സ്റ്റോർ ചെയ്യാനുള്ളത്, റെഫ്രിജറേറ്റഡ് വെയർ ഹൗസ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്, ബോണ്ടഡ് വെയർ ഹൗസ് ഓൺഡ് ബൈ ഗവൺമെൻറ് ഫോർ സ്റ്റോറിങ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ദെൻ കോൺട്രാക്ട് വെയർ ഹൗസസ് എന്ന് പറയാൻ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. സ്വന്തമല്ല, പക്ഷെ മറ്റൊരാളെ നമുക്ക് സ്വന്തം വെയർ ഹൗസ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4th എലമെൻ്റ് ആയിട്ട് വരുന്നത് വെയർ ഹൗസിൽ പറയേണ്ടത്. അതിൻ്റെ മീനിങ് പഠിക്കുക, ജസ്റ്റ് അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ടൈപ്സും ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 എലമെൻറ്റ്സ് കഴിഞ്ഞു.
ഇനി നമ്മൾ അഞ്ചാമത്തെ എലമെൻറ്റിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് ഇൻവെൻട്രി. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഇൻവെൻട്രി. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞുള്ളത്, വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. എന്താണ് ഇൻവെൻട്രി പഠിച്ചേക്കുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. ഇത് മൂന്നിനും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇൻവെൻട്രി. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. മെയിൻറ്റെയിനിങ് ആൻ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ. നമ്മുടെ ഒരു ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ സക്സസ് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം ഓഫ് ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ എന്താണ്? ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൺ ടൈം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സമയത്ത് റോ മെറ്റീരിയൽ കിട്ടിയാലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്കത് വേഗം പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ സക്സസ് ആവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഓർഡർ ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി എപ്പോഴും ഉണ്ടായിരിക്കാം. ലാർജ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി റിസൾട്ട് ഇൻ ഹ്യൂജ് ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ അന്ന് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റും ഉണ്ട്, ഓർഡറിങ് കോസ്റ്റും ഉണ്ട്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ദ കോസ്റ്റ് വിച്ച് ഈസ് ഇൻകേർഡ് ഫോർ ഓർഡറിങ് എ കമോഡിറ്റി. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ വരുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കൊല്ലത്തേക്ക് 10,000 യൂണിറ്റാണ് ആവശ്യമുള്ളതെന്ന് വിചാരിക്കുക. അറ്റ് എ ടൈമിൽ തന്നെ 5,000 ഓർഡർ ചെയ്താൽ 2 ഓർഡർ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ റോ മെറ്റീരിയലും നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം 5,000, അടുത്ത പ്രാവശ്യം 5,000, അങ്ങനെ 2 ഓർഡർ കൊണ്ട് നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള യൂണിറ്റിൻ്റെ റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അപ്പോൾ അവിടെ എന്ത് കുറയ്ക്കാൻ പറ്റി? നമുക്ക് ഓർഡറിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റി. അതേസമയം അവിടെ എന്ത് കൂടും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. കാരണം നമ്മൾ 5,000 യൂണിറ്റ് മേടിക്കുമ്പോൾ ഏതാണ്ട് ഒരു പകുതി കൊല്ലത്തേക്കുള്ള റോ മെറ്റീരിയലാണ് മേടിച്ചിരിക്കുന്നത്. സപ്പോസ് ജനുവരിയിലാണ് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ജൂൺ വരെയുള്ള റോ മെറ്റീരിയൽ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജനുവരിയിൽ വാങ്ങിയ ഈ റോ മെറ്റീരിയൽ ജൂൺ വരെ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ കുറേ നാളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കോസ്റ്റ് കൂടും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പോൾ അവിടെ ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞപ്പോൾ ഇവിടെ എന്ത് കൂടി? ക്യാരിയിങ് കോസ്റ്റ് കൂടി. ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. നമ്മൾ ഓർഡർ കുറേ പ്ലേസ് ചെയ്താൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് കൂടും. കാരണം ഇപ്പോൾ ഇതിനകത്ത് 2 വേണ്ടടുത്ത് ഒരു 10 വെച്ച് ഓർഡർ 10 പ്രാവശ്യമായിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് 10 ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് വരും. അപ്പോൾ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് കൂടി. അപ്പോൾ അവിടെ ക്യാരിയിങ് കോസ്റ്റ് കുറഞ്ഞു. കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. നമ്മൾ 6 മാസത്തേക്കുള്ള സ്റ്റോക്കൊന്നും വാങ്ങി വെച്ചിട്ടില്ല, 2 മാസത്തേക്കുള്ളതൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ക്യാരിയിങ് കോസ്റ്റ് കുറയും. അപ്പോൾ അതാണ് പറയുന്നത്, ലാർജ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി റിസൾട്ട് ഇൻ ഹ്യൂജ് ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് കൂടും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. സ്മോൾ സ്റ്റോക്ക് കോസസ് ഡിഫിക്കൽട്ടി ഇൻ മീറ്റിംഗ് ദ കസ്റ്റമർ ഡിമാൻഡ്. അതേസമയം നമ്മൾ കുറച്ച് സ്റ്റോക്ക് വേണമെന്ന് ചിലപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഡിമാൻഡ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ കൂടിയാലും കുഴപ്പമുണ്ട്, കുറഞ്ഞാലും കുഴപ്പമുണ്ട്. കൂടിയാൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് കൂടും, കുറഞ്ഞാലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. എ പ്രോപ്പർ ബാലൻസ് ഷുഡ് ബി ഡിസൈഡഡ് ആൻഡ് ആൻ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ഷുഡ് ബി മെയിൻറ്റെയിൻ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ഇത് രണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയലാണ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എ പ്രോപ്പർ ബാലൻസ് ഷുഡ് ബി ഡിസൈഡഡ് ആൻഡ് ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ഷുഡ് ബി മെയിൻറ്റെയിൻ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇൻവെൻട്രി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷൻ ഡിലേ അല്ലാണ്ട് പോവുകയും ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനും പറ്റും, ക്യാരിയിങ് കോസ്റ്റ് അധികം ആവുകയും ചെയ്യില്ല. അപ്പോൾ അതാണ് ഇൻവെൻട്രിനെ കുറിച്ചിട്ടുള്ളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടു മേക്ക് അവൈലബിൾ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ അൺഇൻറപ്റ്റഡ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ ഡിലേ വരുത്താണ്ട് നമുക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ടു മേക്ക് അവൈലബിൾ ദ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ അൺഇൻറപ്റ്റഡ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷനിലെ ഇൻട്രപ്ഷൻ വരാതെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
Then to stock sufficient quantity of finished goods to meet the customer demand in time. നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു കീപ്പ് എ ബഫർ സ്റ്റോക്ക് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. ബഫർ സ്റ്റോക്ക് മീൻസ് റിസർവ് സ്റ്റോക്ക്. നമുക്കിപ്പോൾ പെട്ടെന്നെങ്ങാനും ഡിമാൻഡ് കൂടിയാൽ അത് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തിയാൽ. ദെൻ ടു റെഡ്യൂസ് ദി ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെൻട്രിയുടെ ലെവൽ കൂടിയാൽ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യണില്ല, നമ്മൾ ഒപ്റ്റിമമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് ഇൻവെൻട്രി. അതായത് ഓവർ സ്റ്റോക്കിങ്ങും ഇല്ല, നമുക്ക് അണ്ടർ സ്റ്റോക്കിങ്ങും ഇല്ല എന്നും പറയാം. നമുക്ക് ആവശ്യത്തിനുള്ള ഒപ്റ്റിമം സ്റ്റോക്ക് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തിയാൽ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഡിലേയിലാണ് നടത്താൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാവും. ദെൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻ ടൈം. Then to keep buffer stock to meet unexpected increase in demand. Then to reduce to balance between supply and demand of the product. ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈയും ഡിമാൻഡും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തിയാൽ. പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഡിമാൻഡ് കുറേ ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സപ്ലൈ കൂടുതലായിരിക്കും, ഡിമാൻഡ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാരിയിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഒഴിവാക്കി നമുക്ക് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നത്. താങ്ക് യു.